നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ചെന്നൈക്കെതിരെ വരുന്ന വ്യാഴാഴ്ചയാണ് മത്സരം. എവേ മാച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 21 പോയിൻ്റുണ്ട്, ചെന്നൈക്ക് 18 പോയിൻറ്റും. KBFCക്ക് ഇനിയുള്ള എല്ലാ മത്സരവും ജയിച്ചാൽ മാത്രമേ സെമി സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീടുള്ള മത്സരങ്ങളുടെ പ്രാധാന്യം കുറയും. വെറുതെ കളിക്കുക, പോയിൻ്റ് നേടുക എന്ന ഒരു ചടങ്ങ് മാത്രമായി മാറും. അതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ കളിച്ച് വിജയിക്കാൻ ശ്രമിക്കും എന്ന് തന്നെ കരുതാം. ചെന്നൈയുടെ കാര്യവും അതേ സ്ഥിതി തന്നെയാണ്. അവർക്കും വിജയിക്കാം ാൽ മാത്രമേ അടുത്ത മത്സരങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ. അതിനാൽ തന്നെ രണ്ട് ടീമും നല്ല വിജയത്തിനായി നല്ല ഒരു പോരാട്ടം കാഴ്ചവെക്കും എന്ന കാര്യം ഉറപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പാദ മത്സരത്തിൽ ചെന്നൈയെ തോൽപ്പിച്ചിരുന്നു. അന്ന് അവരുടെ മിഡ്ഫീൽഡറായ ഷീൽഡ് ഉണ്ടായിരുന്നില്ല. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് അന്ന് കാര്യങ്ങൾ എളുപ്പമാക്കി. പക്ഷേ ഈ മത്സരത്തിൽ ഷീൽഡ് ഉണ്ട്. അദ്ദേഹത്തെ നിയന്ത്രിക്കുക എന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം ചെയ്യേണ്ട കാര്യം. നിലവിൽ അദ്ദേഹം 8 അസിസ്റ്റും 3 ഗോളും നേടിയിട്ടുണ്ട്. നല്ല മുന്നേറ്റങ്ങൾ നടത്താനും നല്ല ഫ്രീ കിക്ക് ടേക്കറും ഷാർപ്പ് ഷൂട്ടറുമാണ്. കൂടാതെ ഇറങ്ങിക്കളിച്ച് ഡിഫൻസിനെ സഹായിക്കുന്ന ഒരു ഓൾറൗണ്ടർ പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പിന്നെ അവരുടെ ഫോർവേഡ്സായ ജോർദാൻ ഗിൽ, ചീമ രണ്ടുപേരും നല്ല ഓടിയിട്ട് കളിക്കാൻ നല്ല ഉള്ള പ്ലെയേഴ്സാണ്. നല്ല കരുത്തുള്ള പ്ലെയേഴ്സാണ്. കൗണ്ടർ അറ്റാക്കിന് പറ്റിയ പ്ലെയേഴ്സ് തന്നെയാണ്. ഇവരുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് ഇവരുടെ തടയുക, ഇവരെ നിയന്ത്രിക്കുക എന്ന് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. കൂടാതെ ഇന്ത്യൻ ഫോർവേഡായ ഇർഫാനും കേരള ബ്ലാസ്റ്റേഴ്സിന് ത്രെട്ട് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ നല്ലൊരു സ്പീഡി പ്ലെയർ കൂടിയാണ്. അദ്ദേഹം നിലവിൽ 3 ഗോളുകളും നേടിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഇടത് വിങ്ങറായ ബ്രംബീല ആണ്. അദ്ദേഹം നല്ല പ്രകടനമാണ്. 3 ഗോളും 3 അസിസ്റ്റും ഇതുവരെ നേടി നല്ല മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ബ്രംബീലയും സൂക്ഷിക്കേണ്ട പ്ലെയർ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളുമായി 2-1 തോൽക്കുകയായിരുന്നു. രണ്ട് ടീമും തുല്യ ശക്തികളായിരുന്നാൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പാദത്തിൽ അവരെ പരാജയപ്പെടുത്തുകയും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി ഇല്ലാതെ ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ കഴിഞ്ഞത്. ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ കളിക്കണം. ഈസ്റ്റ് ബംഗാളാണെങ്കിൽ നല്ല പ്രസ്സിംഗ് ഫുട്ബോൾ നടത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല മുന്നേറ്റങ്ങൾ നടത്താൻ സാധിച്ചില്ല. വിപിനാണെങ്കിൽ നല്ലൊരു ഡിഫെൻസീവ് മിഡ് വന്നാൽ വിപിന് കുറച്ചുകൂടി മുന്നേറ്റത്തിലേക്ക് നല്ല പാസുകൾ നൽകാൻ സാധിക്കും. എന്തായാലും ലഗേട്രോ വരുന്നതോടുകൂടി അദ്ദേഹത്തിന് നല്ല മുന്നേറ്റങ്ങൾ നടത്താൻ വിപിന് കുറച്ചുകൂടി ഫ്രീ ആയി കളിക്കാൻ സാധിക്കും എന്ന് തന്നെ കരുതാം. പിന്നെ ഡിഫെൻസിലെയും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ മത്സരത്തിൽ അത്ര കണ്ട് നല്ല പ്രകടനമൊന്നും ആയിരുന്നില്ല. നമോച്ച ആയാലും പിന്നെ ഹോമി പാവലും നല്ല പ്രകടനമൊന്നും ആയിരുന്നില്ല. പിന്നെ ഗോൾ കീപ്പിങ്ങിൽ സച്ചിൻ പഴയ പോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു പാളിച്ച വന്നിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ടൈമിങ്ങും മോശമാവുന്നുണ്ട്. നല്ല 2 സേവ് ഉണ്ടെങ്കിൽ കൂടി പഴയ പോലെ മിസ്റ്റേക്കുകളും വരുത്തുന്നുണ്ട്. ഭാഗ്യം കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഗോളുകൾ അന്ന് വഴങ്ങാതെ രക്ഷപ്പെട്ടത്. അതുപോലുള്ള മിസ്റ്റേക്കുകൾ വരുത്താതെ കളിച്ചാൽ മാത്രമേ ചെന്നൈക്കെതിരെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈസ്റ്റ് ബംഗാളിനെതിരെ കളിച്ച പോലുള്ള ആ ഒരു മെൻറ്റാലിറ്റി കൈവെടിഞ്ഞ് നല്ല ഒരു അഗ്രസീവായി കളിച്ച് ജയിക്കാനായി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കും എന്ന് തന്നെ കരുതാം. ഏതായാലും ഈ വീഡിയോയും ചാനലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.